ചില ചെറുപ്പക്കാര് കണ്ടില്ലേ കല്യാണത്തിന് കാണിക്കുന്ന പേക്കൂത്തുകൾ. ഇന്നാലില്ലാ, അതിലൊന്നും വീണുപോകല്ലേ മോനെ. അല്ലാഹ് ജല്ല ജലാലായ റബ്ബിനെ ആലോചിക്കണേ മോളെ. തഖ്വയിലൊന്ന് ജീവിക്കണേ പെങ്ങളെ. ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. അതാ ഹജ്ജ് കഴിഞ്ഞിട്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്നുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഷഹാദതൻ ഫീ സബീലിക. അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ ഷഹീദാകണമെന്ന് ഞാൻ നിന്നോട് ആവശ്യപ്പെടുകയാണ്. എനിക്ക് ഷഹാദത്ത് വേണം. എനിക്ക് നിന്റെ ഹബീബായ മുത്തുനബി തങ്ങളുടെ നാട്ടിൽ വെച്ച് മരിക്കണം. ഇത് രണ്ടും എന്റെ ആഗ്രഹമാണ് റബ്ബേ. ഹജ്ജ് കഴിഞ്ഞ് വേഗം മദീനയിലേക്ക് വന്നു ഉമർ തങ്ങൾ. വെള്ളിയാഴ്ച മിമ്പറിന്റെ മേലെ കയറിയിട്ട് പറഞ്ഞു ജനങ്ങളോട്, ഇത്തഖുല്ലാഹ്, തഖ്വയിൽ ജീവിക്കണേ. ഞാൻ നിങ്ങളോട് യാത്ര പറയാൻ പോവുകയാണ്. ഒരു പേർഷ്യൻ കോഴി വന്ന് 3 പ്രാവശ്യം എന്നെ കൊത്തുന്നത് ഞാൻ കണ്ടു. അത് ഞാൻ മരിക്കാനുള്ള സൂചനയാണ്. അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹയും അതുപോലെയുള്ളൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്. ഞാൻ മരിക്കാൻ അടുത്തിരിക്കുകയാണ്. നിങ്ങൾ തഖ്വയിൽ ജീവിക്കണേ. ഇതങ്ങ് പറഞ്ഞ ഉമർ തങ്ങൾ, ആരാണ് മോനെ? പേരു കേട്ടാൽ പേർഷ്യ വിറയ്ക്കുന്നതാണ്. കിസ്റയും കൈസറും ഞെട്ടിത്തെരിക്കുന്നതാണ്. മുഖൗഖിസിന്റെ കൊട്ടാരം പേടിച്ചു പോകുന്നതാണ്. അങ്ങനെയുള്ള ഉമർ തങ്ങൾ മദീനത്തെ പള്ളിയിൽ നിന്ന് ഖുത്ബ നടത്തിയിട്ട് ജനങ്ങളോട് പറയാണ്, ഞാൻ യാത്രയാവുകയാണ്. ഞാൻ നിങ്ങളോട് വിട ചോദിക്കുകയാണ്. ശനിയാഴ്ച മഹാനവറുകൾ സുബഹി നിസ്കാരത്തിന് മസ്ജിദുൻ നബവിയിൽ ഇമാമത്ത് നിൽക്കുകയാണ്. അതാ അബൂ ലുഅ്ലുഅ എന്ന് പറയുന്ന അഹങ്കാരി വരികയാണ്. വിഷത്തിലൂട്ടിയ കടാര കൊണ്ട് 3 പ്രാവശ്യം മഹാനായ ഉമർ തങ്ങളെ അന്ന് സൂറത്ത് യൂസുഫ് ഓതിയിട്ടാണ് നിസ്കരിച്ചത് സുബഹി. ഉമർ തങ്ങൾ നിസ്കരിക്കാൻ നിന്ന് മിഹ്റാബിൽ നിന്നാൽ ഖുർആൻ ഓതുമ്പോൾ ഇന്നാ സമഅനാ, ഞങ്ങൾ കേൾക്കുന്നതാണ്. അവിടുത്തെ ഇടനെഞ്ച് പൊരിഞ്ഞിട്ട് കരയുന്നത്. കശജീരിൽ മിർജലി മിനൽ ബുക്കാ. അതാ വറവ് ചട്ടിയിൽ നമ്മൾ മീനും ഇറച്ചിയും ഒക്കെ ഇടുമ്പോൾ എണ്ണയിൽ തിളയ്ക്കുമ്പോ പതയ്ക്കുന്നത് പോലെ ഉമർ തങ്ങൾ തേങ്ങി തേങ്ങി കരയുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങൾ പറയാണ്, ഒരു ദിവസം ഞാൻ ഉപ്പ ഇമാമത്ത് നിൽക്കുമ്പോൾ 3ാമത്തെ സഫിലാണ്. ഉപ്പ കരയുകയാണ്. ആ കരച്ചിൽ കേട്ടിട്ട് സഹിക്കുന്നില്ല. അങ്ങനെയുള്ള ഉമർ തങ്ങൾ മദീനത്തെ പള്ളിയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരേ ഒരു 4-5 മീറ്ററേ ഉള്ളൂ മുത്തുനബി തങ്ങളുടെ ഖബറിന്ന് മിഹ്റാബിലേക്ക്. ആ മിഹ്റാബിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുമ്പോൾ അതാ അബൂ ലുഅ്ലുഅ വന്നിട്ട് 3 പ്രാവശ്യം വിഷത്തിലൂട്ടിയ കടാര കൊണ്ട് കുത്തുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞ് നിലത്ത് വീണുപോയി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ അതേ മിഹ്റാബിലേക്ക് കയറി നിന്നു. മോനെ, നിസ്കാരം ഇതല്ലേ മോനെ?
ഇമാമിന്റെ അടിവയറ്റിൽ കുത്തേൽക്കുമ്പോഴും മഅ്മൂമീങ്ങൾ ഓടുകയല്ല, മഅ്മൂമീങ്ങൾ നിസ്കാരം നിർത്തുകയല്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ മിഹ്റാബിലേക്ക് നിൽക്കുകയാണ്, ഇമാമാവുകയാണ്. ആ ചങ്ങാതി അബൂലുഅ്ലു 13 മഅ്മൂമീങ്ങളെ കൊത്തുകയാണ്. 7 പേര് ഷഹീദായി പോയി, 6 പേർക്ക് പരിക്ക് പറ്റി വീണുപോയി. സ്വഹാബികൾ ഇളകിയില്ല. അതല്ലേ നിസ്കാരം, അതല്ലേ ഈമാൻ, അതല്ലേ റബ്ബിനോടുള്ള സംഭാഷണം. ഇരിക്കട്ടെ, ഉമർ തങ്ങൾ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ഇമാമായി നിസ്കാരം കഴിഞ്ഞ് താങ്ങിയെടുത്ത് മഹാനരായ ഉമർ തങ്ങളെ ബോധം തെളിഞ്ഞപ്പോൾ മഹാനവറുകൾ ചോദിക്കുകയാണ്, നിങ്ങൾ നിസ്കാരം പൂർത്തിയാക്കിയോ? അതേ, ഞങ്ങൾ നിസ്കാരം പൂർത്തിയാക്കി. അൽഹംദുലില്ലാഹ്. എന്നെ കുത്തിയതൊരു മുസ്ലിമാണോ? അല്ല, അൽഹംദുലില്ലാഹ്. ഇത് പറഞ്ഞ ഉമർ തങ്ങൾ ഇങ്ങനെ കിടക്കുക. ഇനി നിമിഷങ്ങൾ എണ്ണുകയാണ് മരിക്കാൻ. വേറെ ചികിത്സയൊന്നുമില്ല. ഉമറുൽ ഫാറൂഖ് തങ്ങൾ മസ്ജിദുൻ നബവിയിൽ മുത്തുനബി തങ്ങളുടെ ഖബർ ഷരീഫിന്റെ ചാരത്ത് കിടക്കാണ്. മകനാകുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ആയിഷ ഉമ്മ ബീവിയോട് ചോദിക്കണം, മുത്തുനബി തങ്ങളും സിദ്ദീഖുൽ അക്ബർ തങ്ങളും കിടന്നതിന്റെ തൊട്ടിപ്പുറത്ത് എനിക്കൊരു ഖബർ തരുമോ എന്ന് ചോദിക്കണം. ആ വീട് ആയിഷ ഉമ്മ ബീവിയുടെ വീടാണ്. നമ്മൾ ഇന്ന് മദീനത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരല്ലേ എല്ലാം? പോയിട്ടുള്ള പലരും ഇവിടെ ഇല്ലേ? ആ പച്ചക്കുബ്ബയുടെ താഴെയുള്ള ആ റൂമിന്റെ വലിപ്പം നിങ്ങൾ കണ്ടിട്ടില്ലേ? മുത്തുനബി തങ്ങളുടെ വീടാണത്, ഒരാളുടെ വീടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടുണ്ട് അതിന്റെ ഉള്ളിൽ. ഫാത്തിമ ബീവിയുടെ വീടുണ്ട്. 3 or 4 ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ വീട് കൂടിയതാണ് ആ ഹുജറത്തു ഷരീഫ. പച്ചക്കുബ്ബയുടെ താഴെയുള്ള ആ റൂം 3 or 4 മഹദികളുടെ വീടുകൾ ഒത്തുചേർന്നതാണ്. ചെറിയ വീടാണ്. നമ്മൾ സലാം പറയാൻ നിൽക്കുന്ന സ്ഥലമില്ലേ, ഹഫ്സ ബീവിയുടെ വീട് അവിടെയായിരുന്നു റളിയല്ലാഹു അൻഹ. തൊട്ടപ്പുറത്ത് കണ്ടില്ലേ നമ്മൾ സലാം പറയുമ്പോൾ ചെറിയൊരു ഗ്യാപ്പ്, അവിടെയും ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ വീടുണ്ടായിരുന്നു. സൗദ ബീവിയുടെ വീട് അതിന്റെ ബാക്ക് ഭാഗത്തായിരുന്നു റളിയല്ലാഹു അൻഹു അജ്മഈൻ. ആ ചെറിയൊരു സ്ഥലത്ത് എത്ര ആളെ വീടുണ്ടായിരുന്നു എന്ന് ഞാൻ ഈ പറഞ്ഞത്. ഈ വീട് ഇങ്ങനെ കണ്ടിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ കരയുമായിരുന്നു. ഹബീബായ മുത്തുനബി തങ്ങൾ ഇവിടെ ആണല്ലോ താമസിച്ചത്, ആ വീട് അങ്ങനെ തന്നെ നിർത്തിയാ മതിയായിരുന്നു എന്നാ ലോകം മനസ്സിലാക്കിയനെ ഹബീബായ തങ്ങളുടെ ജീവിതം എന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കാലത്തിൽ അനിവാര്യമായി വന്നതുകൊണ്ട് പുതുക്കിപ്പണിഞ്ഞു ഞാൻ നിർത്തുകയാണ്. അങ്ങനെയുള്ള ആ സ്ഥലത്ത് ആയിഷ ഉമ്മ ബീവിയുടെ വീടാണത്. സമ്മതം ചോദിക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ സമ്മതം കൊടുത്തു. ഞാൻ ചുരുക്കി അങ്ങ് പറയാ, ഉമർ റളിയല്ലാഹു അൻഹു കിടക്കുകയാണ്, ഖബറൊരുക്കിയിട്ട് കിടക്കാൻ. മദീനത്തുനിന്ന് വരുന്നു, എല്ലാവരും കാണാൻ വരികയാണ്. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ മരണശയ്യയിൽ കിടക്കുകയാണല്ലോ, കാണാൻ വരികയാണ്. അപ്പോഴാണ് വരുന്ന ഒരു ചെറുപ്പക്കാരന്റെ വസ്ത്രം ഞെരിയാണിക്ക് താഴെ കിടക്കുന്നു. ആ മരണശയ്യയിൽ കിടന്നുകൊണ്ട് ഉമർ തങ്ങൾ പറയുകയാണ്, ഇർഫഅ സിയാബക യാ അഖീ, മോനെ വസ്ത്രം ഉയർത്തി ഉടുക്കണേ മോനെ. ഏത് സമയത്താ പറയുന്നത്? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വഫാത്തിന് നിമിഷങ്ങളേ ഉള്ളൂ. അപ്പോഴും പറഞ്ഞു, മോനെ, മോന്റെ വസ്ത്രം നിലത്തഴക്കല്ലേ മോനെ. ഇത് കേട്ട എല്ലാവരും കരഞ്ഞു. അമീറുൽ മുഅ്മിനീൻ യഅ്മുറു ബിൽ മഅറൂഫ് വയൻഹാ അനിൽ മുൻകരി ഫീ ഹാലി സക്രതിഹി. സക്രാത്തുൽ മൗത്തിന്റെ ഘട്ടത്തിലാണല്ലോ ഈ നന്മ കൊണ്ട് ഉപദേശിക്കുന്നത്.
എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരാ, എനിക്കും നിനക്കും ഈ വഴല് മതിയായില്ലെങ്കിൽ പിന്നെ ആര് പറയാനും? ഹബീബായ തങ്ങളുടെ പൊന്നോമന സ്വഹാബി കേവലം ഒരു സ്വഹാബിയല്ല, ലോകത്തുള്ള സാമ്രാട്ടുക്കളെ മുഴുവനും 23 രാഷ്ട്രീയ സാമ്രാജ്യങ്ങളെ മദീനത്തെ ചെറ്റക്കുടിലിൽ ഇരുന്നു കൊണ്ട് നിയന്ത്രിച്ച ഉമറുൽ ഫാറൂഖ് തങ്ങൾ.